PMC പദ്ധതിയിൽ CPIയുടെ കടുത്ത എതിർപ്പ് മറികടന്ന് സർക്കാർ ഒപ്പുവെച്ചിരിക്കുന്നു. മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ധാരണാപത്രത്തിൽ സർക്കാർ ഒപ്പുവെച്ചിരിക്കുന്നു. ഇനി CPI എന്ത് ചെയ്യും എന്നുള്ളതാണ് ചോദ്യം. കടുത്ത പ്രതിഷേധത്തിലാണ് CPI അനുകൂല വർഗ സംഘടനകൾ, അധ്യാപക സംഘടനയും വിദ്യാർത്ഥി സംഘടനകളും രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിച്ചത്. ഇന്നലെ ഒരേ ഒരു പ്രതികരണം മാത്രമാണ് നമ്മളോട് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നടത്തിയത്. ഒപ്പുവെച്ചിട്ടുണ്ടെങ്കിൽ അത് മുന്നണി മര്യാദകളുടെ ലംഘനം എന്നാണ് ഇന്നലെ ബിനോയ് വിശ്വം പറഞ്ഞത്. ഇന്നിപ്പോൾ സെക്രട്ടേറിയറ്റ് ചേരുന്നുണ്ട്. വിഷയം ചർച്ച ചെയ്യാൻ രാവിലെ CPI സെക്രട്ടേറിയറ്റ് ചേരും. 12 മണിയോടുകൂടി ഒരുപക്ഷെ യോഗത്തിന് ശേഷം സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മാധ്യമങ്ങളെ കാണും. CPI നീക്കങ്ങൾ CPIM നേതൃത്വം നിരീക്ഷിക്കുന്നുണ്ട്. അതേസമയം പരസ്യ പ്രതിഷേധത്തിലേക്ക് കടക്കാനാണ് SFIയും DYFIയും ഒഴികെയുള്ള വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ തീരുമാനം. കേന്ദ്ര വിദ്യാഭ്യാസ നയം അടിച്ചേൽപ്പിക്കാനുള്ള നീക്കം അംഗീകരിക്കില്ലെന്നാണ് AYF വ്യക്തമാക്കിയിരിക്കുന്നത്. CPIM BJP ബാന്ധവത്തിനുള്ള തെളിവെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആക്ഷേപം. TV പ്രസാദും റാഹിസ് റഷീദും ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. TV പ്രസാദ്, വെരി ഗുഡ് മോർണിംഗ്. റാഹിസ് റഷീദ്, വെരി ഗുഡ് മോർണിംഗ്. അങ്ങനെ PMC പദ്ധതിയിൽ ഒപ്പുവെച്ചു. താമസിയാതെ 1426 കോടി രൂപ സർവശിക്ഷാ അഭിയാന്റെ കുടിശ്ശിക ഫണ്ട് അടക്കം നമുക്ക് നൽകും. ഇനി അടുത്ത അധ്യയന വർഷം മുതലാണ് കേരളത്തിലെ തെരഞ്ഞെടുത്ത സ്കൂളുകളിൽ PMC പദ്ധതി നടപ്പിലാക്കാൻ പോകുന്നത്. അതും CPIയുടെ കടുത്ത എതിർപ്പ് അവഗണിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് വിയോജിപ്പ് അറിയിച്ച CPIയെ ചർച്ചയ്ക്ക് പോലും വിളിക്കാതെയാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി ഈ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. CPI എങ്ങനെയായിരിക്കും ഇനി പ്രതികരിക്കാൻ പോകുന്നത്? TV പ്രസാദ്, നിലവിൽ ഒരു വല്യേട്ടൻ മനോഭാവം അത് വെച്ചു പുലർത്തുന്നു CPM എന്ന് പണ്ടുകാലത്ത് CPI പറയുമായിരുന്നു. ഇപ്പോൾ അത് പ്രകടമായി വന്നിരിക്കുന്നു. പരസ്യ പ്രതികരണം CPI നടത്തിയതാണ്. എന്നിട്ടും CPIയെ പരിഗണിക്കാത്തത്, വിശ്വാസത്തിലെടുക്കാത്തതിൽ ശക്തമായ പ്രതിഷേധമുണ്ടാവില്ലേ TV പ്രസാദ്? ഉറപ്പായും അരുൺ, ഗുഡ് മോർണിംഗ്. കടുത്ത പ്രതിഷേധം CPIക്കുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇന്നലെ മുതൽ വ്യക്തമാകുന്നത്. ഇന്ന് രാവിലെ അവർ കൂടിയാലോചന നടത്തും, അടിയന്തര യോഗം ചേരും. അതിനുശേഷം പാർട്ടി സെക്രട്ടറി തന്നെ അവരുടെ നിലപാട് പ്രഖ്യാപിക്കും. പക്ഷേ അതിനു മുമ്പ് തന്നെ അവരുടെ വിദ്യാർത്ഥി സംഘടനയായ AISFും യുവജന സംഘടനയായ AYFും ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി കഴിഞ്ഞു. മന്ത്രി വി ശിവൻകുട്ടിക്കെതിരെ പരസ്യമായ പ്രതിഷേധം നടത്താനുള്ള ആലോചനയും ഈ യുവജന വിദ്യാർത്ഥി സംഘടനകൾ നടത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. CPIയെ സംബന്ധിച്ചിടത്തോളം അവരുടെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന ഒരു വിഷയമാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് തുടക്കം മുതൽ CPI ഈ വിഷയത്തിൽ, PMC വിഷയത്തിൽ ഒപ്പിടരുത് എന്ന നിലപാടിലായിരുന്നു. മുമ്പുണ്ടായ മന്ത്രിസഭാ യോഗത്തിലെ തർക്കമെല്ലാം നമുക്ക് ഓർമ്മയുണ്ട്. പിന്നീടാണ് ഇത് വലിയ ചർച്ചയായി മാറുന്നതും ഏറ്റവും ഒടുവിൽ LDF കൺവീനറും CPIM ജനറൽ സെക്രട്ടറി MA ബേബിയും ഉൾപ്പെടെയുള്ളവർ പറഞ്ഞതാണ് LDFിൽ ചർച്ച ചെയ്യും എന്നുള്ള കാര്യം, CPIയെ വിശ്വാസത്തിലെടുക്കും എന്ന കാര്യം. പക്ഷേ അങ്ങനെയൊന്നുമില്ലാതെ നേരിട്ട് സർക്കാർ ഒരു നിലപാടിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. കേന്ദ്ര ഫണ്ട് ആവശ്യമാണ് എന്ന നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് ഇതുണ്ടായത് എന്നുള്ളതാണ് CPIMും അതുപോലെ തന്നെ സർക്കാരും വിശദീകരിക്കുന്നത്. പക്ഷേ ഇത് കേന്ദ്രത്തിന് അടിയറ വയ്ക്കലാണെന്നും കേന്ദ്രത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരണം അത് എളുപ്പം കേരളത്തിൽ നടപ്പിലാകാനുള്ള ഒരു പദ്ധതിയായി PM മാറും എന്ന നിലപാടിലാണ് CPI ഇപ്പോഴുമുള്ളത്. അരുൺ, ഇതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം, തദ്ദേശ തെരഞ്ഞെടുപ്പ് തൊട്ടു മുന്നിൽ നിൽക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിനും അധികം നാളില്ല. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് ആശയപരമായ ഒരു വ്യതിയാനം മുന്നണിയിലെ പ്രധാനപ്പെട്ട രണ്ട് കക്ഷികളായ CPIMും CPIയും തമ്മിൽ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ചില വിഷയങ്ങളിൽ CPIക്ക് എതിർപ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് ഒരുപക്ഷെ ഒരു ആശയവുമായി ബന്ധപ്പെട്ടല്ല, ആ സമയത്തെ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ടായിരുന്നു. പക്ഷേ ഇത് കൃത്യമായ ഒരു ആശയമായിരുന്നു CPIയുടെ. തമിഴ്നാടിന് പറ്റുമെങ്കിൽ എന്തുകൊണ്ട് കേരളത്തിന് കഴിയുന്നില്ല എന്ന ചോദ്യം ചോദിക്കുന്ന സമയത്ത് മറ്റ് വകുപ്പുകളിൽ ചെയ്തില്ലേ എന്ന ചോദ്യം ശിവൻകുട്ടി തിരിച്ചു ചോദിക്കുകയാണ്. CPIയുടെ തന്നെ കൃഷി വകുപ്പ്, ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ PM ഉഷ പദ്ധതി, അതുപോലെ ആരോഗ്യ വകുപ്പ്, അതിലില്ലാത്തത് എന്തുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പിൽ എന്ന് ചോദിക്കുമ്പോൾ CPIക്ക് മറുപടിയുണ്ട് അരുൺ. കാരണം വിദ്യാഭ്യാസ രംഗത്തെ കേന്ദ്രം പറയുന്നത് പോലെ കൊണ്ടുപോകാനുള്ള നീക്കത്തിൻ്റെ ഭാഗമായാണ് PM എന്ന് CPI പറയുന്നു എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിലാണ് CPIയെ പരിഗണിക്കാതെ CPIM ഇങ്ങനൊരു തീരുമാനമെടുത്തിരിക്കുന്നത്. ഇന്നറിയാം, ഉറപ്പായും പരസ്യ പ്രതിഷേധത്തിലേക്ക് തന്നെ പോകാനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത്. റാഹിസ് റഷീദ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. TV പ്രസാദ് തുടരണം. റാഹിസ് റഷീദ്, വെരി ഗുഡ് മോർണിംഗ്. റാഹിസ് റഷീദ്, LDFിലും മന്ത്രിസഭയിലും CPI ഉയർത്തിയ എതിർപ്പ് അവഗണിച്ചുകൊണ്ടാണ് വളരെ പെട്ടെന്ന് ചർച്ചയ്ക്ക് പോലും CPI വിളിക്കാതെ ഒപ്പുവെച്ചിരിക്കുന്നത്. നമുക്ക് ലഭിക്കാൻ കഴിയുന്ന വിവരങ്ങൾ ഫ്രം സോഴ്സസ്, ഇതിൽ
കടുത്ത വ്യവസ്ഥകൾ ഉണ്ടാകില്ല എന്നുള്ളതാണ്. അഥവാ അത് മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗിൽ ഉണ്ടെങ്കിൽ പോലും അത് കേരളത്തിന്റെ സിലബസിൽ തന്നെ, കേരളത്തിൽ നിലവിലിരിക്കുന്ന ഘടനയിൽ തന്നെ അത് തുടരാം എന്നുള്ളൊരു ഉറപ്പ് കിട്ടിയിട്ടാണ് ഒപ്പുവെച്ചത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അത് വിദ്യാഭ്യാസ മന്ത്രി ഒരുപക്ഷെ അല്പസമയത്തുള്ളിൽ വിശദീകരിക്കുക കൂടി ചെയ്യും. പക്ഷേ CPI എതിർപ്പ് തുടരുമെന്നുള്ളത് വ്യക്തമാണ്. രാഷ്ട്രീയമായി ഇക്കാര്യത്തിൽ ഒരുപാട് ചലനങ്ങളുണ്ടാവും. BJP ABVP ഇതിനകം തന്നെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. മറ്റു യുവജന സംഘടനകളും പ്രതിഷേധത്തിനായി രംഗത്തിറങ്ങുകയും ചെയ്യും. നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഇനിയുള്ള 2 വർഷക്കാലം PMC പദ്ധതിയിൽ 180-ലധികം സ്കൂളുകൾ വന്നേക്കാനാണ് സാധ്യത. അവിടെ മറ്റു മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല എന്നതായിരിക്കും സംസ്ഥാന സർക്കാർ നൽകാൻ പോകുന്ന വിശദീകരണം. പക്ഷേ ഇത് എങ്ങനെയാണ് ഇനി രാഷ്ട്രീയമായി മാറുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ? കാരണം ഇതിൽ കോൺഗ്രസ് ഭാഗികമായി എതിർപ്പ് അറിയിച്ചിട്ടുണ്ട്, പ്രതിപക്ഷ നേതാവ് പിന്തുണ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയായിരിക്കും ഇനി ഈ PMC പദ്ധതിയിൽ ഒപ്പുവെച്ച നടപടി രാഷ്ട്രീയമായി കേരളത്തിൽ ചർച്ചയാവുക? റഹീസ് റഷീദ്. ഗുഡ് മോർണിംഗ് അരുൺ. സർക്കാരിനെ സംബന്ധിച്ചും ഒപ്പം CPIM-നെ സംബന്ധിച്ചും രാഷ്ട്രീയമായി പ്രതിരോധത്തിൽ ഈ വിഷയം എത്തിക്കുക പ്രതിപക്ഷത്തിന്റെ നീക്കമല്ല. കാരണം നേരത്തെ അരുൺകുമാർ പറഞ്ഞതുപോലെ പ്രതിപക്ഷത്തിന് ഇക്കാര്യത്തിൽ ഭിന്നാഭിപ്രായമാണുള്ളത്. KC വേണുഗോപാൽ ഒന്ന് പറയുന്നു, VD സതീശൻ മറ്റൊന്ന് പറയുന്നു. പക്ഷേ മുന്നണിയിലെ 2ാം കക്ഷിയെ വിശ്വാസത്തിലെടുക്കാതെ ഇത് മുന്നോട്ട് പോയപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ അരുൺകുമാർ പറഞ്ഞതനുസരിച്ചുള്ള ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായിട്ടുള്ള സംഘപരിവാർ അജണ്ടകൾ അടിച്ചേൽപ്പിക്കില്ല എന്ന വ്യവസ്ഥകൾ ധാരണാപത്രത്തിൽ ഉണ്ടെങ്കിൽ പോലും അത് CPI-യെ പോലും ബോധ്യപ്പെടുത്താൻ പറ്റാത്ത ഒരു രാഷ്ട്രീയ കക്ഷിയായി സർക്കാരായി ഇതിനെ പൊതുവെ വിലയിരുത്തപ്പെടുകയാണ് ചെയ്യുക. പ്രത്യേകിച്ച് ഇന്നലെ യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെയൊക്കെ ഒരു പ്രതികരണം BJP-യുമായി ഇന്നലെ തിരുവനന്തപുരത്തെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ഫേസ്ബുക്ക് പോസ്റ്റ് നേമത്ത് V ശിവൻകുട്ടി വിജയം ഉറപ്പിച്ചു എന്ന തരത്തിലാണ്. ഈ കരാർ ഒപ്പിടുന്നതോടുകൂടി BJP-ക്ക് ശക്തി കേന്ദ്രമായ നേമത്ത് ശിവൻകുട്ടിക്ക് വോട്ട് BJP കൊടുക്കുമെന്ന തരത്തിലുള്ള പ്രചരണമാണ് നടക്കുന്നത്. ഇനി CPI-യെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് CPI നേതാക്കൾ ഇന്നലെ രാത്രി വൈകും വരെ ആശയവിനിമയം നടത്തിയിരുന്നു. നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ചെറിയ ഒരു പ്രതികരണത്തിൽ CPI ഒതുക്കുകയല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ചില കാര്യങ്ങൾ നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട്. ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം അത് പറയും എന്നാണ് വ്യക്തമാക്കുന്നത്. അവർ ആലോചിക്കുന്നത് അനുസരിച്ചാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതാണെങ്കിൽ CPM-നെ സംബന്ധിച്ച് അത് പ്രതിരോധത്തിലാകും. രാവിലെ തന്നെ 11-അംഗ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരും. സെക്രട്ടേറിയറ്റിൽ 4 മന്ത്രിമാരും സെക്രട്ടേറിയറ്റിലെ അംഗങ്ങളാണ്. അതുകൊണ്ട് മന്ത്രിസഭയിൽ അടക്കം ചർച്ച ചെയ്തതിന്റെ വിശദാംശങ്ങളും ഇനി മുന്നോട്ട് പോകുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളും ചർച്ചയാകും. അത് ബിനോയ് വിശ്വം മാധ്യമങ്ങളെ ഉച്ചയോടുകൂടി കണ്ട് അറിയിക്കുകയും ചെയ്യും. ഓക്കെ, ഞാൻ ഒരു കാര്യം നേരിട്ട് ചോദിച്ചോട്ടെ റഹീസ് റഷീദ്. അടുത്ത നിലപാടിലേക്ക് പോകാനുള്ള സാധ്യതയില്ലല്ലോ. എതിർപ്പ് പറഞ്ഞ് ഒരുപക്ഷെ വിദ്യാഭ്യാസ മന്ത്രിയുമായി സംസാരിച്ചു, കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. കേരളത്തിന് ദോഷകരമല്ലാത്ത വിധത്തിൽ പദ്ധതി നടപ്പിലാക്കാൻ ശ്രദ്ധിക്കണം എന്നൊക്കെയുള്ള ഒരു അഭിപ്രായത്തിലൂടെ വിയോജിപ്പ് രേഖപ്പെടുത്തി പോകാനല്ലേ സാധ്യതയുള്ളൂ. മന്ത്രിമാരെ പിൻവലിക്കുന്നതടക്കമുള്ള കടുത്ത നടപടികളിലേക്ക് എന്തായാലും ഈ ഘട്ടത്തിൽ കടക്കില്ലല്ലോ. ആ തരത്തിൽ ചർച്ചകൾ പോയിട്ടില്ല എന്നാണ് ഇന്ന് രാവിലെ CPI-യുടെ പ്രധാനപ്പെട്ട നേതാക്കളോട് സംസാരിച്ചപ്പോൾ നമ്മളത് എടുത്തു തന്നെ ചോദിച്ചിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ട്, മുന്നണി മര്യാദയുടെ ലംഘനമെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയും ചെയ്യില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അടുത്ത മണിക്കൂറുകളിൽ അതിന്റെ ഒരു വിശദാംശങ്ങൾ നമുക്ക് അതൊരു സസ്പെൻസ് ആയിട്ട് ഇപ്പോഴും തുടരുകയാണ്. ഞാനും ഇന്നലെ CPI-യുടെ വളരെ പ്രധാനപ്പെട്ട സോഴ്സുകളിൽ ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ കഴിഞ്ഞ വിവരം, അവരിതിനെക്കുറിച്ച് പഠിക്കണം. എന്താണ് ഈ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗിൽ ഒപ്പിട്ടിരിക്കുന്നത്, ആ ഒപ്പിട്ടിരിക്കുന്നതിലെ പ്രധാനപ്പെട്ട പ്രൊവിഷനുകൾ എന്താണ്, ഈ കാര്യത്തെക്കുറിച്ച് പഠിച്ചതിനു ശേഷം CPI ഈ വിഷയത്തിൽ തീരുമാനമെടുക്കും. ദേശീയ വിദ്യാഭ്യാസ നയം ഒരു കാരണവശാലും നടപ്പിലാക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.